ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ BPCC 111 അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആയിട്ടുള്ള അബ്നോർമാലിറ്റി എന്താണ്, അതേപോലെ കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി എന്താണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ്, എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയ എമേർജ് ചെയ്യാൻ കാരണം നമ്മുടെ സൈക്കോളജിക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിൽ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിസോർഡേഴ്സ് മാത്രമല്ല ഉള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനുഷ്യന്മാരിലുണ്ട് എന്നുള്ള ഒരു രീതിക്കാണ് എമർജൻസ് എന്തിന്റെ വന്നത്, പോസിറ്റീവ് സൈക്കോളജിയുടെ വന്നത്. അപ്പോ അങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് എത്താനായിട്ട് എങ്ങനെയായിരുന്നു ആദ്യകാലത്തെ ട്രീറ്റ്മെന്റുകള്, ആദ്യകാലം എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ കണ്ടെത്തി തുടങ്ങിയത്, അങ്ങനത്തെ രീതിയിലുള്ള എങ്ങനെ ഇത് എമേർജ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് നമ്മൾ എങ്ങനെ ഇതിനെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ പറയണേ. നമ്മുടെ അബ്നോർമാലിറ്റി അതേപോലെ നോർമാലിറ്റി പോലെ തന്നെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്. നമുക്കിപ്പോ 3 കൊല്ലം പഠിച്ചപ്പോ അറിയാമായിരിക്കും അല്ലെ, ഓരോ പുതിയൊരു ഏരിയ തുടങ്ങുമ്പോൾ അതിന്റെ ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യാണ്ടാവും, എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാണ്ടാവും. അതേപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്. അതില് ഫസ്റ്റ് വൺ ആണ് ആൻഷ്യൻ പീരീഡ്. ആൻഷ്യൻ പീരീഡിൽ അല്ലെങ്കിൽ ഏറ്റവും പണ്ടത്തെ കാലഘട്ടം നോക്കുമ്പോ, അതായത് ഈ 460 അതേപോലെ 377 BC ആ കാലഘട്ടം, അത്രയും പണ്ടത്തെ കാലഘട്ടത്തിലെ നമുക്ക് എന്തുണ്ട്, ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. Hippocrates revolutionized the understanding of nature and causes of abnormal behavior. ആദ്യമായിട്ട് അബ്നോർമൽ ബിഹേവിയറിനെ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ, ഒരാള് നമ്മൾ നേരത്തെ നോർമാലിറ്റി അബ്നോർമാലിറ്റി പറഞ്ഞു അല്ലെ, അതില് അബ്നോർമൽ ബിഹേവിയറിനുള്ള കോസസ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരാള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കണേ എന്നുള്ള കോസസ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഹിപ്പോക്രേറ്റിന്റെ ആ ഒരു ഭാഗമായിട്ടാണ്. അദ്ദേഹമാണ് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കോസസ് ഉണ്ടാവാം, അതേപോലെ സയന്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പ്ലനേഷനും ഇതിന് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് കാണിക്കുന്ന ബിഹേവിയേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കാൻ ഒരു ആദ്യമായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തത് ഹിപ്പോക്രേറ്റ് ആണ് എന്നാണ് പറയുന്നത്. He suggested that brain was the seat for consciousness and pathology of brain lead to abnormal behavior. അദ്ദേഹം എന്താ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ബിഹേവിയേഴ്സിനെയും അതേപോലെ ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് അബ്നോർമൽ ബിഹേവിയറിലേക്കും കാരണമാകുന്നത്. എന്താണ്, നമ്മുടെ കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ബ്രെയിൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിലും ബ്രെയിനിൽ അനുബന്ധിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ ആയിരിക്കാം എന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഹിപ്പോക്രേറ്റ് എന്താണ് പറഞ്ഞത്? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് ആൻഷ്യൻ പീരീഡിൽ ആദ്യമായിട്ട് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ആള് ഹിപ്പോക്രേറ്റ് ആണ്. ഇനി in ancient India, a religious text, Atharva Veda, described the mental disorders in terms of severity and prescribed its treatment. എന്താണ് ഈ അഥർവവേദ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കുറെ വേദങ്ങളൊക്കെ. അപ്പോ റിലീജിയസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് നമ്മുടെ അഥർവവേദ എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ വരുന്ന ടെക്സ്റ്റ് ബുക്കിലാണ് എന്ത് പറഞ്ഞേക്കണേ, മെന്റൽ ഡിസോർഡേഴ്സും അതിന്റെ സിവിയാരിറ്റിയും അതിനനുബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ കൊടുത്തത് എന്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അഥർവവേദയിലാണ് പറയുന്നത്. കാരണം മൈൽഡ് ആയിട്ടുള്ള, മോഡറേറ്റ് ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള മെന്റൽ പ്രോബ്ലംസ് ആൾക്കാരിൽ കാണാമെന്നും അതിനനുബന്ധിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളും കൊടുത്തിട്ടുള്ളത് അഥർവവേദയിലാണ്.
Further, Charak Samhita and Susruta Samhita were written by medical practitioners, Charak and Susruta respectively. പിന്നെന്താണ്, പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ചരക് ആൻഡ് സുശ്രുത എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഒരു മെഡിക്കൽ ടെക്സ്റ്റ് പോലെ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഏത്, നമ്മുടെ ചരക് സംഹിതയിലും സുശ്രുത സംഹിതയിലും നമ്മൾ എന്തുണ്ടാക്കി, മെഡിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെഡിക്കൽ അതിന്റെ കാരണങ്ങൾ, അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ, ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പൊ നമ്മുടെ DSMO ICD ഒക്കെ നോക്കുന്നില്ലേ, അതേപോലത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എന്ത് ചെയ്തു, ചരക് സംഹിതയും സുശ്രുത സംഹിതയും ഒക്കെ വന്നു. അപ്പോ ആൻഷ്യൻ പീരീഡിനെ പറ്റി പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവില് ആദ്യം വരുന്നതാണ് ആൻഷ്യൻ പീരീഡ്. ആൻഷ്യൻ പീരീഡില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹിപ്പോക്രൈറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അബ്നോർമൽ ബിഹേവിയർ എന്താണെന്നും അതിന്റെ നേച്ചർ എന്താണെന്നും അതിനുള്ള കാരണങ്ങളും കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ കോൺഷ്യസ്നെസ് എന്തുണ്ടാവുന്നു, ബ്രെയിനാണ് നമ്മുടെ കോൺഷ്യസ്നെസ്. നമ്മളിപ്പോ നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്നോർമൽ ബിഹേവിയറിന് കാരണം എന്തായിരിക്കും, ബ്രെയിനിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കും എന്നാണ് ഹിപ്പോക്രേറ്റ് പറഞ്ഞത്. അതേപോലെ ആൻഷ്യന്റ് ഇന്ത്യയിൽ റിലീജിയസ് ടെക്സ്റ്റ് ആയിട്ടുള്ള അഥർവ വേദയില് മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടും അതേപോലെ സിവിയാരിറ്റിയും അതിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചരക് സംഹിത അതേപോലെ സുശ്രുത സംഹിത ഈ രണ്ട് മെഡിക്കൽ നമ്മുടെ ചരകും അതേപോലെ സുശ്രുത എന്ന് പറയുന്ന രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഈ രണ്ട് ആൻഷ്യൻ ബുക്കുകളിലും എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഷ്യൻ പീരീഡ് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇനി ഒന്ന് വായിച്ചാൽ നമുക്ക് ഒരു കഥ പോലെ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ആൻഷ്യൻ പീരീഡ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആൻഷ്യൻ പീരീഡ് കഴിഞ്ഞു. അടുത്തതാണ് മിഡിൽ ഏജസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്നുള്ളത്. ഓക്കെ. The Middle Ages witnessed views of abnormality in Asia and Europe. Middle Ages ആയിട്ട് എന്തായി, അബ്നോർമൽ ബിഹേവിയർ ഏഷ്യ, യൂറോപ്പ് അതേപോലെ ആ ഒരു സ്ഥലത്തേക്കൊക്കെ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഇതൊക്കെ അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴേക്ക് ഏഷ്യ യൂറോപ്പിലേക്ക് എത്തിയെന്നല്ല. അവിടെയൊക്കെ എന്താണ് ഡിഫറെന്റ് വ്യൂസ് ഈ അബ്നോർമൽ ബിഹേവിയറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. ചില സ്ഥലത്ത് ഇത് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞു, ചില സ്ഥലത്ത് ഇത് റിലീജിയസ് ആയിട്ട് കണക്കാക്കാൻ തുടങ്ങി, ചില സമയത്ത് ഇതിന് മെഡിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പൊ അതൊക്കെ ഉണ്ടാവുന്നത് മിഡിൽ ഏജസിലാണ്. While the scientific approach of Greek medicine was adopted by the Islamic world and flourished in the Middle East, like Baghdad, Damascus, and Aleppo, Europe was plunged into darkness as it reverted to demonology and exorcism for the treatment of mental illness. നമ്മൾ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും കേട്ടോ. അതെ, ഇസ്ലാമിക് വേൾഡ് കുറച്ചും കൂടെ സയന്റിഫിക് മെഡിസിൻസിനെയാണ് ഫോളോ ചെയ്തത്. അതേസമയം യൂറോപ്പില് ഡെമിനോളജിയും എക്സോസിസും ഒക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഒരാൾക്ക് ഈ മെന്റൽ ഇഷ്യൂസ് വരുന്നത് മേത്ത് ബാധ കയറിയിട്ടാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ബാധ ഒഴിപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ്, ബാധ ഒഴിച്ചു പോയി കഴിഞ്ഞാൽ, കണ്ണ് തട്ടിയത് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഈ മാറ്റം ഉണ്ടാവും, മെന്റൽ ഡിസോർഡർ മാറും എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരാൾക്ക് സ്കിസോഫ്രീനിയോ പാരനോയിഡോ അല്ലെങ്കിൽ ബൈപ്പോളാർ ഒക്കെ വരുമ്പോ അവരെ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ അവരെ മന്ത്രവാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. സയന്റിഫിക് ആയിട്ടാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മെന്റലി ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണെന്നുള്ള എക്സ്പ്ലനേഷന് പകരം ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന സമയമാണ് മിഡിൽ ഏജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിഡിൽ ഏജസിൽ പറയാനുള്ളത്. ആൻഷ്യന്റിൽ നമ്മൾ ഗ്രീക്ക് പറഞ്ഞു, അതേപോലെ സുശ്രുത സംഹിത, ചരക് സംഹിത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ ഹിപ്പോക്രേറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ നമ്മൾ മിഡിൽ ഏജസിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത് അബ്നോർമാലിറ്റി എവിടെ ഏഷ്യയിലും യൂറോപ്പിലൊക്കെ വിറ്റ്നസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇസ്ലാമിക് വേൾഡ് അതിനെ കുറച്ചുകൂടെ സയന്റിഫിക് മെഡിസിൻസിന്റെ ഭാഗമായിട്ട് കാണുന്നു. പക്ഷെ യൂറോപ്പ് അതേപോലെ മറ്റു സ്ഥലങ്ങളൊക്കെ അതിനെന്താണ് ഡെമിനോളജി, അതായത് നമ്മുടെ ഈ പ്രേതഭൂത പിശാച് ആ ഒരു വൈബിലും അതേപോലെ എക്സോസിസ് ഒക്കെയാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് അവര് കൊടുത്തിരുന്നത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ മിഡിൽ ഏജസ്? ക്ലിയർ ആണ് മാം. ഇനി
15 to 18 സെഞ്ചുറീസിലെ കാര്യമാണ് പറയുന്നത്. Renaissance occurred in Europe between 15th and 18th century and provided the much required impetus for the scientific temper that challenged the underlying superstitious explanation for mental disorders. എന്താ പറയുന്നത്? ഈ സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ്, അതേപോലെ ഈ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫുകളൊക്കെ മാറാനായിട്ട് തുടങ്ങിയത് 15th അല്ലെങ്കിൽ 18th സെഞ്ചുറി കാലഘട്ടത്തിലാണ്. നമ്മൾ ഇതിന് മുന്നേ എന്താ പറഞ്ഞേ? ഒരാൾക്ക് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് കാണിക്കുമ്പോ എന്ത് ചെയ്യുമായിരുന്നു? ഈവിൾ സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ ബാധ കയറിയതാണ്, ബാധ ഒഴിപ്പിക്കണം, ഈ രീതിക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നതാണ് നമ്മുടെ മിഡിൽ ഏജസിൽ. പക്ഷെ അത് 15 to 18th സെഞ്ചുറി ആയപ്പോഴേക്കും കുറച്ചും കൂടെ റാഷണലൈസ് ചെയ്ത് അതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ പഠിക്കാനും നമ്മൾ അതിനെ ലോജിക്കലി വ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമാണ് നമ്മുടെ 15 to 18th സെഞ്ചുറി എന്ന് പറയുന്നത്. അതേസമയം ഈ ഈവിൾ സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ആണ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലെയിം ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നത്തെ ആൾക്കാരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി Bayer was one of the few physicians who specialized in mental disorders. എന്താ പറയുന്നത്? ബെയർ എന്ന് പറയുന്ന ഒരാളാണ് ഫസ്റ്റ് ഡോക്ടർ, അതായത് ആദ്യമായിട്ട് മെന്റൽ ഇൽനെസ്സിനെ ഫോക്കസ് ചെയ്ത് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആയിട്ടുള്ള ഒരാളാണ് ബെയർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് പേഷ്യൻസിനെ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. പേര് നോട്ട് ചെയ്യണേ, ബെയർ എന്നാണ്. ഇത് എക്സാം പേപ്പറിലേക്ക് എഴുതുമ്പോ ജസ്റ്റ് ആ ഒരു ആളുടെ പേരിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. His extensive contributions and progressive attitudes in the field of mental illness earned him the title of the founder of modern psychopathology. എന്താണ് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള വർക്കുകൾ, സ്റ്റഡീസ് ഒക്കെ കാരണം ഇദ്ദേഹത്തിനെ നമ്മൾ ഫൗണ്ടർ ഓഫ് മോഡേൺ സൈക്കോപത്തോളജി എന്നാണ് വിളിക്കുന്നത്. സൈക്കോപത്തോളജി എന്ന് പറയുമ്പോൾ മെന്റൽ ഡിസോർഡേഴ്സിന്റെ സ്റ്റഡീസിനെയാണ് നമ്മൾ പറയുക. ആ മോഡേൺ സ്റ്റഡി ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് അഥവാ ഫൗണ്ടർ ഓഫ് മോഡേൺ സൈക്കോപത്തോളജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ ബെയർ എന്ന് പറയുന്ന ആള്. കാരണം അദ്ദേഹമാണ് എന്ത് ചെയ്തേക്കണേ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഈവിൾ സ്പിരിറ്റിന്റെ ഭാഗമായിട്ടാണ് ആൾക്കാർക്ക് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. അതേപോലെ ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കാര്യങ്ങളൊക്കെ ഈ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഈ മന്ത്രവാദികൾ ഇരുന്ന് അടിക്കുക, ചെങ്ങലക്കിടുക. അതേപോലെ പണ്ട് കാലത്ത് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോള് പോലെ ഇടും. അപ്പൊ ആ ഹോളിക്കൂടെ എന്താവും? ഈ കേറിയ സാധനം ഇറങ്ങി പോകുന്നേക്കാൾ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ട്രീറ്റ്മെന്റ് ആണ് പണ്ട് മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് കാണിക്കുന്ന പേഷ്യൻസിന്. അതല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് ആരെന്ത് കാണിച്ചാലും ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് കൊടുത്തിരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ചാട്ടവാറോട്ട് അടിക്കുക, അങ്ങനത്തെ നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ട് കുറച്ചുകൂടെ റാഷണലൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഡിസോർഡർ ആണ്, ഇത് അദ്ദേഹം കോൺഷ്യസ്ലി അല്ല എന്നുള്ള രീതിക്ക് കൂടുതലായിട്ടുള്ള സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയതും അതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ ആളാണ് ഈ ബെയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ 15 to 18th സെഞ്ചുറി കാലഘട്ടത്തിലേ വന്നിട്ടുള്ളൂ. അത്രയും നാളും മെന്റൽ ഇൽനെസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഭയങ്കര ക്രൂരമായിട്ട്, അതായത് ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത്? കൊടുത്ത് ഇരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് മാറ്റം കൊണ്ടുവന്ന ഒരാള് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇദ്ദേഹത്തെ, ഈ ബെയറിനെ മോഡേൺ സൈക്കോപത്തോളജിയുടെ ഫൗണ്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കണ്ടിരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഹിസ്റ്ററിയിൽ വരുന്നത് 19th to 20th സെഞ്ചുറി, 19 അതേപോലെ 20 സെഞ്ചുറി. ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റാണ് ഉണ്ടായതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. First, moral management was crushed under its own weight for many reasons, such as reformers were not able to train their successors who could replace them, overstretching of existing hospital facilities, and an increasing number of immigrant patients led to ethnic or cultural clashes between the staff and the patient. 19 അതേപോലെ 20 നൂറ്റാണ്ടുകൾ, ആ ഒരു സെഞ്ചുറീസ് കാലഘട്ടത്തില് ഈ ഒരു മോറൽ മാനേജ്മെന്റ്, അതായത്
നമ്മൾ ഈ മൊറാലിറ്റി എന്നൊക്കെ പറയൂല, കുറച്ച് മാനുഷിക പരിഗണന കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഫെയിൽ ആയി എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് നല്ല രീതിക്ക് കൊടുക്കണോ എന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ മെന്റൽ ഇൽനെസ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലേക്ക് ആൾക്കാർ വരാനായിട്ട് തുടങ്ങി. അപ്പോ കൾച്ചറൽ ആയിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഓരോരോ കൾച്ചർ, നമ്മുടെ നാടൊക്കെ കുറച്ച് കൾച്ചറലി ഓറിയന്റഡ് ആയിട്ടുള്ള നാടുകളാണ്. അപ്പോ ഇത്തരത്തിലുള്ള നാടുകൾ അല്ലെങ്കിൽ പുറത്തെ നാടുകളൊക്കെ ആവുമ്പോ അവിടുത്തെ കൾച്ചർ മറ്റുള്ളവരൊക്കെ ഇത് അറിഞ്ഞു വരാനായിട്ട് തുടങ്ങിയപ്പോ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. പിന്നെ ഓവർ ക്രൗഡിങ്, എല്ലാവർക്കും കുറച്ചു പേർക്ക് ചികിത്സ കൊടുക്കണ പോലെ അല്ലാതെ ഇതറിഞ്ഞ് എല്ലാവരും ഇവിടേക്ക് തന്നെ വരാൻ തുടങ്ങിയപ്പോ അവിടെ ഓവർ ക്രൗഡിങ് ആയി, എല്ലാവരിലേക്കും നമുക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ഇതിന് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം പേഷ്യൻസ് കൂടി. ഇപ്പൊ പണ്ടൊരു 100 പേർക്ക് നമ്മളൊരു 50 നേഴ്സിനെ ഇട്ട് ചികിത്സിക്കുന്നത് ഇതേ 50 നേഴ്സിനെ ഇട്ടിട്ട് ഒരു 1000 പേര് വരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ 19th to 20th സെഞ്ച്വറീസിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോറൽ മാനേജ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ചികിത്സ കിട്ടണം എന്ന് വെച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായി, കുറെ റീസൺസ് കൊണ്ട്, അതായത് ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ്, പിന്നെ ഓവർ ക്രൗഡിങ്, കൾച്ചറൽ കോൺഫ്ലിക്റ്റുകളൊക്കെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റായ്മ, അങ്ങനെ കുറെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലുള്ള ബുദ്ധിമുട്ടുകള്, അതേപോലെ മറ്റു നാടുകളിൽ നിങ്ങളുടെ പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നതൊക്കെ കാരണം എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല, ആ ഒരു മോറൽ മാനേജ്മെന്റ്, എല്ലാവർക്കും നല്ല ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പറ്റാതെയായി എന്നാണ് ഇവർ പറയുന്നത്. Second, advances in biomedical science led to emergence of a view that all mental disorders are caused by biological factors and thus should be biologically treated. എന്താ പറയുന്നത്, ഈ മെന്റൽ ഡിസോർഡേഴ്സ് were believed to be caused by biological factor treated medically. പിന്നെ നമുക്ക് മനസ്സിലാവാണ് ഈ മെന്റൽ ഡിസോർഡേഴ്സ് ബയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഏരിയയിൽ മറ്റേ സൈക്കോസൊമാറ്റിക് എന്ന് കേട്ടിട്ടില്ലേ, നമുക്ക് മെന്റലി ഉള്ള ഇഷ്യൂസ് എന്താവാം, ബോഡി എഫക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബോഡിയിലുള്ള ഇഷ്യൂസ്, ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി കൈ നല്ല വേദന എടുക്കണമെങ്കിൽ നമുക്ക് ആൻസൈറ്റി വരും. അപ്പൊ ഇത് നമ്മുടെ ബോഡി ആയിട്ടും അതേപോലെ നമ്മുടെ മൈൻഡ് ആയിട്ടും കണക്റ്റഡ് ആണ്. ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിന് കോസ് ആവുന്നുണ്ട്. ഇതിനെ മെഡിക്കലി തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെന്റൽ ഇൽനെസ്സിന് വേണ്ടി മെഡിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത്രയും നാള് വേറെ ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാലോ, സ്കീസോഫ്രീനിയക്ക്, ബൈപ്പോളാറിന്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഡിസോർഡേഴ്സിന്, സിവിയർ ഡിപ്രഷന്, സിവിയർ ആൻസൈറ്റിക്കും ഒക്കെ തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ അതിന്റെ സിവിയാരിറ്റി കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മെഡിക്കേഷൻസിനെ റെഫർ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ 19th 20th സെഞ്ച്വറിയിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മെന്റൽ ഇൽനെസ്സിന് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, മെഡിക്കേഷൻസ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. Third, mental hygiene movement was started by a school teacher, Dorothea Dix, who championed the cause of inmates left to languish in prison and mental institution in subhuman conditions and forgotten by their families as well as society. എന്താ പറയുന്നത്, അതായത് ഡൊറോത്തിയ ഡിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു, മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യാണ്. ഡൊറോത്തിയ ഡിക്സ് എന്നും അതേപോലെ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് എഴുതുമ്പോ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഡൊറോത്തിയ ഡിക്സ് എന്ത് ചെയ്തു, മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ സ്റ്റാർട്ട് ചെയ്തേ, അതായത് മെന്റലി അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ഒരു കെയർ കൊടുക്കാനായിട്ട്, അവരുടെ കൊടുക്കുന്ന കെയർ കുറച്ചും കൂടെ ഇംപ്രൂവ് ആക്കാനായിട്ട് എന്ത് ചെയ്യാണ്, ഡൊറോത്തിയ ഡിക്സ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് അവിടെ നമ്മൾ ഇൻപേഷ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ, അവർക്കൊക്കെ ലിവിങ് കണ്ടീഷൻസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ഫുഡ് ആയാലും അങ്ങനെ എന്താണോ ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് വേണ്ടത്, അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് ഈ ഡൊറോത്തിയ ഡിക്സിന്റെ മെന്റൽ ഹൈജീൻ മൂവ്മെന്റിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ 19th 20th സെഞ്ച്വറി കാലഘട്ടത്തിലാണ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ത് ചെയ്തേക്കണത്, ഉണ്ടായിട്ട് ഉള്ളത്. ഓക്കെ ആണോ?
ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ അബ്നോർമാലിറ്റി അതേപോലെ നോർമാലിറ്റി ആണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററി ആണ് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒന്നാമത് നമ്മൾ ആൻഷ്യന്റ് പീരീഡ് പറഞ്ഞു. അതിൽ ഹിപ്പോക്രൈറ്റിന്റെ കാര്യം, അതേപോലെ തന്നെ അഥർവവേദ, ചരക സംഹിത, സുശ്രുത സംഹിത, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ മിഡിൽ ഏജസിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ചുകൂടി ഇതിനെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടും റിലീജിയസ് ആയിട്ടും, അതായത് പ്രേതം ഭൂത പിശാചാണ് ഇതിന് കാരണം, ഇവിടെ ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് മിഡിൽ ഏജസിൽ നമ്മൾ മെന്റൽ ഇൽനെസ്സിന് കൊടുത്തത്. 15 to 18th സെഞ്ചുറി ആയപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറച്ചും കൂടെ ലിബറൽ ആയിട്ട്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട്, കുറച്ചുകൂടെ ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മെന്റൽ ഡിസോർഡേഴ്സിന് കൊടുക്കാനായിട്ട്, അതായത് ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ചും കൂടെ ലോജിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ 15th and 18th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ ഉണ്ടായത്? ഈ 19th അല്ലെങ്കിൽ 20th സെഞ്ചുറി ആയപ്പോൾ നമുക്ക് നേരിട്ട പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറെ ഇഷ്യൂസ് വരാനായിട്ട് തുടങ്ങി. മോറലി നമ്മൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവിടെ ഓവർ ക്രൗഡിങ് ആയി, ഫെസിലിറ്റീസ് കുറഞ്ഞു, അതേപോലെ സ്റ്റാഫിന്റെ എണ്ണം കുറയുക, അങ്ങനെ കുറെ എന്താണ് ഇംപെർഫെക്ഷൻസ് വരാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഡൊറോത്തിയ ഡിക്സ് എന്ത് ചെയ്തു? മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് പോലത്തെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുകയും ഇതിലൂടെ നമ്മൾ ഫാമിലീസിന്, അതായത് മെന്റൽ ഇൽനെസ്സിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ഫാമിലീസിനും സൊസൈറ്റിക്കും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിച്ചു എന്നാണ് ആൻഷ്യൻ ടൈം തൊട്ട് 19th-20th സെഞ്ചുറി വരെ പറയുന്നത്. ഇത്രയും ഹിസ്റ്ററി ക്ലിയർ ആണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ് മാം. ഓക്കെ, ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ടംപററി പെർസ്പെക്ടീവ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ആ സബ്ജക്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറാം. അപ്പൊ നമുക്ക് നാളെ, ഇപ്പൊ നമ്മൾ കുറച്ചേശം പോർഷൻസ് എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ പല ക്ലാസ്സുകൾ ഇപ്പൊ കയറുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രീ ക്ലാസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കണ്ടംപററി പെർസ്പെക്ടീവ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ബയോളജിക്കൽ പെർസ്പെക്ടീവ്, സൈക്കോളജിക്കൽ പെർസ്പെക്ടീവ് ഒക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാനാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. മനസ്സിലാവുന്നില്ല? എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. തല എടുക്കുക.